30 ലക്ഷത്തിന് പൈലറ്റ് ആവാൻ കഴിയുമെന്നൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നു. ഒരു പൈലറ്റ് ആവണമെങ്കിൽ A to Z കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അത് ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺ ആണ്. പക്ഷെ ചില കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പൈലറ്റ് ട്രെയിനിങ് സ്റ്റുഡന്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞു. ഒന്ന്, ഗ്രൗണ്ട് സ്കൂളാണ്. ഇപ്പൊ കേരളത്തിൽ 2 മുതൽ 3 ലക്ഷം രൂപ വരെയാണ് ചാർജ് ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് ഫ്ലൈയിങ് കോസ്റ്റ് ആണ്. അത് നിങ്ങൾ എടുക്കുന്ന രാജ്യവും അക്കാഡമിയും സംബന്ധിച്ചിരിക്കും. നിങ്ങൾ US ആണ് നോക്കുന്നതെങ്കിൽ ഏകദേശം 60 ലക്ഷത്തോളം രൂപ വരും. നിങ്ങൾ സൗത്ത് ആഫ്രിക്കയാണ് നോക്കുന്നതെങ്കിൽ ഏകദേശം 40 ലക്ഷത്തോളം രൂപ വരും. മൂന്നാമത് ഫുഡും അക്കോമഡേഷനുമാണ്. നിങ്ങൾ ഏത് രാജ്യത്തോട്ട് പോവാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് എത്ര സമയമാണോ, ചില കുട്ടികൾ 8 മാസം കൊണ്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യും, അതായത് 12 മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എത്ര സമയമാണോ നിൽക്കുന്നത് അത്ര വരെയുള്ള ഫുഡിന്റെയും അക്കോമഡേഷന്റെയും കോസ്റ്റ്. ഇനി നാലാമത് പറയാനുള്ളത് ചില മിസലേനിയസ് കോസ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, വിദേശത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം, മെഡിക്കൽ ചെയ്യണം, അവിടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രാവലിംഗ് കോസ്റ്റ്, അവിടെ എത്തിയിട്ടുള്ള പർച്ചേസിംഗ് കോസ്റ്റ്, ഇങ്ങനെ ഒരു മിസലേനിയസ് കോസ്റ്റ് നിങ്ങൾ കാണണം. അഞ്ചാമത്, നിങ്ങൾ വിദേശത്ത് പഠിക്കുമ്പോൾ ലൈസൻസ് കൺവേർഷന് ഒരു കോസ്റ്റ് നിങ്ങൾ കാണണം. ആറാമത് ടൈപ്പ് റൈറ്റിംഗ് കോസ്റ്റ് എന്ന് പറയും. അതായത് നിങ്ങൾ CPL കഴിഞ്ഞതിന് ശേഷം ജോബിന് വേണ്ടിയിട്ട് ബോയിങ്ങോ എയർബസോ പോലുള്ള എയർലൈൻസ് നോക്കുമ്പോൾ സ്പെസിഫിക് എയർക്രാഫ്റ്റിലുള്ള ടൈപ്പ് റൈറ്റിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കോസ്റ്റ് കാണണം. അപ്പൊ ഒരു പൈലറ്റ് ആവാൻ ടോട്ടൽ കോസ്റ്റ് എത്ര ആവും എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ അത് ആ സ്റ്റുഡന്റ് സെലക്ട് ചെയ്യുന്ന രാജ്യത്തിനെയും അക്കാഡമിയെയും അനുസരിച്ചിട്ടിരിക്കും.